എന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറ നീല. എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. ആരാത്? ഓഹോ, അതാ അപ്പൊ നന്നായത്. എന്ത് പറ്റി നീല? താൻ ചോദിച്ചതിന് ഉത്തരം പറയും. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിയിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ. അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വാര്യരെ, ഞാൻ പിഴച്ചു പറ്റാനാ. ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം. அப்பா யாரும் தெரியல இப்போ. அதுதான் ஏன்னா கூப்பிட்டு விட மாட்டாங்கடா பையன். கூப்பிட்டு தான் விட்டுருவீங்களோ? சொல்லி முடிச்சு. அம்மா ஐ வில் டேக் தி சீக்ரெட் டு மை கிரேவ். லிட்டரலி எத்தனை போயிட்டாங்க அவ்வளோதான். கொஞ்சம் ஆனால் இவருக்கு தேவையில்லைன்னா விட்டுருலாம். അല്ലേ വാര്യരെ? വെളുപ്പിന് ഒരു 4 മണി കൊണ്ട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നത്. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠൻ ഇങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക. ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. ഓപ്പോൾക്ക് കൊള്ളി വെക്കണ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പുരാ, മോനുള്ളപ്പോ പറയണ അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? നീ ആരാ പൊണ്ണത്തി? വല്യമ്പരാൻ പറയണം. നീലാണ്ട് മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അശുദ്ധമാക്കിയ അതിന് പരലോകത്തും മോശം കിട്ടില്ല. இவங்க அடிக்க மாட்டாரு அவரு. மூணாவது வண்டி தான் நினைக்கிறேன். ഉള്ളിലെ തീ അണയുന്നില്ലല്ലോ വാര്യരെ. നീറി ദഹിക്കുക വയ്യ. പച്ചയ്ക്ക് കത്തുന്ന മനസ്സ് മൂടി വെക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ട്. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്ന് കുഞ്ഞ് മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പോയിടത്തേക്ക് കുറെ വൈകി. ഇപ്പൊ അമ്മയും പോയി. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക്. ரேவதியோட சாபம் ஃபுல்லாக இந்த லெவல் கூட்டணுன்ட்டு. திருந்துறாரா? ഇതല്ലേ മംഗലശ്ശേരി വീട്? അതെ. ആരാ? ഞാൻ മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പു മാമയൊന്ന് വിളിക്കും. വരേ. അയാളാരാ? എനിക്ക് അപ്പു മാമയെ മാമ്പറ്റ അപ്പുക്കുട്ടി നായർ മൂപ്പരയാണുണ്ടത്. ആരാത്? ഒരു പിടിയില്ല. അപ്പു മാഷെ കാണാനെന്ന് തോന്നുന്നു. എവിടെന്നാ? മദ്രാസ്നാ. എന്റെ അമ്മയുടെ അണ്ണാത അപ്പു മാഷ്. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ടതല്ല, നാട്ടിൽ നിന്ന് കുറച്ചു കാലം മാറിയുന്നതാ. നീ അങ്ങ് ചീർത്തല്ലോ. ഞാൻ കാണുന്ന കാലത്ത് നീ കോല് പോലെ ഇരുന്നതല്ലേ. ചെല്ല്, ആ പത്തായപ്പുരയിലാ മാഷ് താമസം. അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ടീ കടയിൽ ജോലിക്ക് നിന്ന് തുടങ്ങിയതാ. ഇപ്പോ ഹോട്ടൽ 4 കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡി കടയും. എന്തായാലും താൻ കേമനായല്ലോ, അത് മതിയടോ. നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമയുടെ മോളുടെ ഞാൻ മേടിച്ചു. അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ ഞാൻ പറഞ്ഞത്. ഇത് ഭാനു അല്ലേ?
പിന്നല്ലാതെ. ശാരദ അങ്ങ് പെരിയ പെണ്ണാച്ചേ. ഭാനുവിന്റെ നൃത്തവും പാട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? പാട്ടില്ല, നൃത്തം. അമ്മണി അമ്മായിയുടെ മുറിച്ച മുറി. അപ്പോ നെല്ലിപ്പൊയിലെ വീട്ടിൽ താൻ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഇക്കൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയെ. ഭാനു നിൽക്കൂ. ഇനി പറയാൻ പോണ കാര്യങ്ങള് ഭാനു കൂടി കേൾക്കണം. നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറൂ. അന്യരുടെ പത്തായപ്പുറയില് ഇത് എത്ര നാളെന്ന് വെച്ചിട്ടാ കഴിയാ? അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ. എന്തേ? എന്താ ഭാനു, ആരും ഒന്നും മിണ്ടാത്തെ? എന്നെ അന്യനായിട്ട് കാണാ? അങ്ങനെ പറയല്ലേ അച്യുതാ, കുട്ടിമാളും എന്റെ സ്വന്തം പെങ്ങളല്ലേ. ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ. എന്താ ഭാനു? ഡൗട്ട് വരുது. ராதி இல்லாம இல்ல. இதுதான முறை கണ്ട മാമാ പോണ. എന്നാൽ ഞങ്ങൾ ഇറങ്ങായി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ. ഇനി ഇവർക്ക് ഞാൻ പക്ഷേ സെന്റ് ജോസ് ഡിസ്റ്റാ மூணாவது பையன் புடிச்சு மூணாவது ஈவெண்ட். സേതാപ്പെട്ട പോறது മറുപടിയും ഞാൻ ആലോചിക്കുക ഓരോ മാറ്റങ്ങള്. നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോ ഒരുത്തനെയും ഇങ്ങോട്ട് കാണാനില്ലാന്നായി. ഇനി കൂടെ നിന്നിട്ട് വള്ളക്കെ ഇങ്ങ് വരത്തില്ല. കാര്യമില്ലാന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യം. സർവീസ് ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണ്. മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര. കാശിയിൽ നിന്ന് തുടങ്ങാം. പിന്നിട്ട വഴികൾ, അഴുക്ക് ചാലുകൾ, ചെയ്തു പോയ തെറ്റുകൾ, ഭൂതകാലത്തിന് മുഴുവൻ വെളിയിട്ട് പ്രായച്ചിത്തം നടത്തിയ ഒരു യാത്ര. ரொம்ப நல்லவராயிருந்தா. டெல்லி கணேஷ் பேர் வச்சிட்டாலும் ஒரு டெல்லி അത് ബാധിച്ചിട്ടില്ലേ? നീലകണ്ഠൻ. അതെ, കയറിയിരിക്കാം. വേണ്ട, ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നുന്നു. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നെ മനസ്സിലായില്ലെങ്കിലും മൈലുകൾക്കപ്പുറത്തുനിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ്. ഭാനുമതി അറിയാമായിരിക്കുമല്ലേ? അപ്പുമാഷയുടെ മോള്. ഇന്ന് അവൾ നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ്. നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്കാവും. മിടുക്കയാണ്. ഞാൻ നൃത്തം കണ്ടു. കണ്ടു എന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിച്ചു. എന്നിട്ട് അവളുടെ ചിലങ്ക കഴിപ്പിച്ചു. വീരകൃത്യം അല്ലേ മിസ്റ്റർ? നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രോബ്ലത്തിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഭാനുമതി ഉപേക്ഷിച്ചിരിക്കുക. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തുലച്ചു. നിങ്ങളെപ്പോലൊരു ഫ്യൂഡൽ തെമ്മാടിയുമായി ഉണ്ടായ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാം. എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും, വലിയ പുണ്യം. ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസമാധാനം കിട്ടില്ല. ഞാൻ ഇറങ്ങും. ഇത് അപേക്ഷയാണ്. അച്ഛൻ എപ്പോ വരും കുട്ടി? എത്താറാവുന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ? ചായ വേണം. അത് അനിയത്തിയോട് എടുക്കാൻ പറയാ. എന്നിട്ട് താൻ അവിടെ നിൽക്കുക. വന്നത് മാഷിനെ കാണാനല്ല, ഇയാളെ കാണാനാ. ആ മൂപ്പരുണ്ടല്ലോ ഡൽഹിയിലുള്ള പണിക്കർ, അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലെ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ. പക്ഷെ എന്താ ചെയ്യാ, വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കുറെ ശകാരിച്ചിട്ടങ്ങ് പോയി. ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ്. ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരുത്തൻ കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു മൂപ്പർക്ക്. എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ചാ കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പരിഹസിക്കരുതെന്ന് പറയൂ വാരമാവ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? കാര്യമായിട്ട് തന്നെ. ആ ചിലങ്ക കെട്ടിക്കൂടെ? കേട്ടോ, പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും
ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ. വാര്യരെ, അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ. അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുവച്ചി. വേണം മോളെ. എന്റെ കണ്ണീന്നൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ. എന്നാലും ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലാത്ത ആളാ. ഇവിടെ കയറി വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. ഒന്ന് നോവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം. അത് വേണം. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. മിടുക്കിയ അല്ലേ വാര്യരെ? മനസ്സുറപ്പ്, അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു. തീർന്നിട്ടില്ല. ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായശ്ചിത്തം ചെയ്യണം. இன்னசென்ட் மைண்ட் வாய்ஸ் அது லெவல்ல நான் அவளோட ரொம்ப நல்ல லவ் பண்ண மச்சான். രഥം താണല്ലോടോ, ഒന്നിറങ്ങി കൈവയ്ക്കേ. എന്റെ ഈശ്വര, ഇതൊന്നും ആവണില്ല. ആരാത്? ഞാനാ, മുണ്ടക്കൽ ശേഖരൻ. കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്. വാര്യരെ, നീല എന്താ ഭാസ്കരേട്ടാ, വിവരം വല്ലതും? തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ? എന്റെ ഈശ്വര, അപ്പൊ തോന്നിയ രീതിയില് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നു കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി. മോളെ അനു, അച്ഛൻ അറിഞ്ഞോ? കേട്ടു. അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ. ഇല്ലേ അച്യുതാ? പിന്നല്ലാതെ ഈ ബോംബെയിലേക്കുള്ള ദാതാന്മാരുടെ കാര്യം തന്നെ എടുത്താ തന്നെക്കാൾ പോന്നിടത്തെ രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഞാനിന്ന് പോവാ. വിഷമിക്കണ്ട, അടുത്ത ആഴ്ച വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ. മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താണെച്ചാ. ജീവൻ പോയിന്നും ഇല്ലാന്ന് 2 വർത്താനമുണ്ട്. 7 ലക്കരക്കാരുടെ നാക്കല്ലേ. കൈപ്പിള്ളിക്ക് തട്ടിനാ. ആ ശേഖരൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് ഇനി ഇങ്ങനെ പറഞ്ഞിരിക്കാൻ. അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും உயிரோட திரும்பி போனா வந்துட முடியுமாடா? അച്ഛൻ ചോദിച്ചു അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യവും ഇപ്പൊ പഴയ ആളെ അല്ല. എന്തൊക്കെയോ കണക്കുകൂട്ടല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കേ ഉള്ളൂ. ഭാനുവിനെ അറിയില്ല. അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്? എത്ര വേഗ ദിവസങ്ങൾ പോയത്.
நல்ல ஃப்ரெண்ட்ஸ் வச்சிருந்தல அவரு நேக்காசியா போயிட்டாங்க കുടികാർ ഫ്രണ്ട്സ്. ദാസുട്ടി അകത്തേക്ക് കിടത്തിക്കൊള്ളൂ. വേണ്ട, വയ്ക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് ബാധി ചത്തുന്ന്. ഇടത്തെ കൈയും ഇടത്തെ കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. പടിഞ്ഞാറ്റ മുറിയില് കുപ്പി ഉണ്ടാവും, ഒന്നിങ്ങെടുക്കൂ, ഇത്തിരി വെള്ളവും. പടിഞ്ഞാറ്റയിൽ നിന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ആഹാ, ഒറ്റ ചവിട്ടേ വെച്ചേരും. ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ. എനിക്കത് അറിയാല്ലേ അല്ലേ? നീല, എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല. വൈദ്യർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നേരാമണ്ണം പത്യം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്കുക. എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ. എനിക്ക് വയ്യ വാര്യരെ, ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. ഒരു സുഹൃത്തിന്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛന്റെ. പിഴച്ചു പെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. ഒന്ന് വേഗമാട്ടടോ, തീർത്തിട്ട് തെക്കാക്കണത് കപ്പാണുള്ളതാ. കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ടോ അതോ പറമ്പോ പാടമോ? എത്ര ഏക്കർ വേണം? ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖര, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല, എന്റെ മാന്യത. മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഈ ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ. യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. രണ്ടു കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്തന്റെ വീരം പറയുന്നു. ചത്താലും തീരില്ല അവന്റെ മഹത്വം. അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴി ഇടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും. ഇനി എനിക്കത് വ്രതമാണ്, നോക്കിക്കോ. വൈദ്യരെ, വല്ല ഗുണം ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ, വൈദ്യത്തിലും വൈദ്യനിലും. എനിക്കൊന്നിലും വിശ്വാസമില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട. തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള്. അതെ, എന്നെ തിന്നാൻ. ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത്. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും. എന്നിട്ട് ഇഞ്ചിഞ്ചായി. ഇല്ല, കൊല്ലില്ല. പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. രണ്ടു കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവ തന്റെ മുഖത്തൊരു കടുപ്പം? എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ട നിർത്തടാ ചറ്റേ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ മോയിന്റെ മോനെ. കിടക്കടാ, പൊളക്കാണ്ട് കിടക്ക്. தேவனாரு பசுரர மாறு போடுவா. ആൽഫ്രഡ് തപ്പ. ഓ, ഇയാളോ? മരണം 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 ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? സത്യമല്ലേ പറഞ്ഞുള്ളൂ വാര്യരെ. നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി? ഞാൻ പോകുന്നു വാര്യമാവ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. തെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകണം. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു. പക്ഷേ
ഇന്ന് പിന്നെയും എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ. ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. ഭാനു, പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ് നീ. ആ ആഭാസൻ പ്രായം ചെന്ന 2 പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും വന്ന തക്കച്ചിട്ട് സംഭവിച്ചില്ലെങ്കിൽ അർത്ഥം അത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ ഇന്ന്. തർക്കുത്തരം വേണ്ട. അച്ഛാ, പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ട അച്ഛാ. വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ 3 നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. പിന്നെ എങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല, പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കില് ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്, എന്ത് കാര്യത്തിന് ഒന്നും ചിന്തിച്ചില്ല. വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായില്ലെങ്കിൽ പോവാം. എനിക്ക് ആരുടെ ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാവം വലിച്ച് തലേ കയറ്റണ്ട. പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കല്ല. അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചും കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. വാര്യരായിരിക്കും. വാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? ആ വന്നു അല്ലേ തെമ്മാടി? ഇങ്ങോട്ട് കയറി വരിക. തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി. ഭാനുമതി, ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒച്ചയും അനക്കവും ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഓർമ്മയുണ്ടല്ലോ, മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത് എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? പഴയ നീലകണ്ഠൻ മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്. ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. എന്നോട് കാണിക്കുന്ന ഒരു ദയ ഒരു പാവത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. My watch is ended. நானும் போயிடுச்சு. சும்மாட்டு வந்துச்சா? സ്പെല്ല് ഒന്നുകൂടെ ഇത് അതിന് ഞാൻ കരുതിയത് അച്ഛൻ അറിയുമ്പോ വലിയ സന്തോഷാവുന്ന. അച്യുതേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്കെന്നേ ഉള്ളൂ. നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി. നിനക്ക് സന്തോഷായോ? എനിക്ക് തൃപ്തിയായി. ചേച്ചി നൃത്തം തുടങ്ങിയാൽ മാത്രമല്ല, മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോ എന്ന് ഓർക്കുമ്പോ. വെറുതെ ഒരു ശ്രമം നടത്തിയതാ. ഭാനു ഇരിക്കൂ. പണിക്കർ സാറിനെ ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ചു കഴിഞ്ഞല്ലോ. ഭാനു എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച്? ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാ? എഴുന്നേൽക്കണോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. ഞാൻ സഹായിക്കാം. പ്രയാസാവും. ശ്രമിക്കാലോ. പുതിയ ജന്മമല്ലേ, അപ്പോ പിച്ച വെച്ച് നടന്നു പഠിക്കും.
டெமோன்ஸ்ட்ரேஷன்ரா அந்த இதுக்கு கேரளாவில் ஷூட் பண்ணிட்டாங்க டிவி ப்ரோக்ராம். எச்ச பசங்க விட்டாங்களா എലി എത്തുന്നത് കൊണ്ട് കഷ്ടകാലം വന്നപ്പോ ഞങ്ങളിട്ട് ഓടിപ്പോയിന്ന് കരുതല്ലേ? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, പറഞ്ഞതുമില്ലല്ലോ. അതെ, ഈ 4 എണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ പല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവൻ എടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. கஷ்டப்படும் போது வரல. கார்ல இவனு கூட இருந்தாங்கன்னா ஃபைட் அது பண்ணிருப்பானுங்க. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാൻ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം. ஓடு ஓடு. எப்போ அது இல்ல இல்ல அந்த டீம் அது கேவலமா ஃபாலோ பண்றானுங்க. என்னடா போட்டுருக்கீங்க? விடருது. ഈ നായയെ വിടരുത്. நீங்க எந்த டீம்ல இருக்கீங்க? ஃபர்ஸ்ட் ஒருத்தன வந்தானுங்க பாருடா. ஆமா ஆமா. கொலை பண்ணிட்டாங்க அந்த டீமா? என்னது? ஒருத்தர் போட்டு தள்ளிட்டாங்க. நெப்போலியன் கூட இருந்தாங்களேடா அந்த டீம். நெப்போலியன் காணுமே. நெப்போலியன் காணும். சைட் கிக்ஸ் மட்டும் ஃபைட் பண்றாங்களா? சின்ன கார்ன்றதுனால நெப்போலியன் வரல. அவர் வெயிட் பத்தாது. இந்த கார் வச்சு தானே முட்டினார் அவரு. இவர் என்ன பண்ணுகிறார்? ஆரஞ்சு கிலோ சொக்கா கார் கொளுத்துறாரு bro. ஆனா உள்ள ஒண்ணுமே இல்ல. இப்போ யோசிச்சு பாரு, நம்மளோட ஹீரோவே வந்து நீலனே வந்து ஏதோ வானாண்டா விட்டுருங்கடா அப்படின்னு தான் இருக்காரு. போயிட்டு மறுபடியும் கொளுத்தி போட்டு வந்துட்டானுங்க. அவரே பாவம். டே நான் சும்மா இருந்தேன், எனக்கு அவனுக்கு சம்மந்தம் இல்லடா. கார் மாத்த வேண்டியது. ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്നതൊന്നും എൻ്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം. പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ? അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ. മുണ്ടക്കിലെ വാതിലും ചവിട്ടി തുറന്ന് இந்த டைம் தானே இது வந்துச்சு தேவதூதன் 94 டைம்ல தான் யோதாவும் வந்து இது எவ்வளோ படம் நான் ஒரு இந்த டைம்ல ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. മണിച്ചിത്രത്താഴം ഉത്സവം എത്തിയില്ലേ? എല്ലാത്തിനും കിടന്നോടെ ഞാൻ ഒരാൾ വേണ്ടേ? ഇല്ലാത്ത സഭയുണ്ടാക്കി അച്യുതം വന്നിരിക്കണതേ കാര്യങ്ങൾ ഉറപ്പിച്ച് ഒരു തീയതി നിശ്ചയിക്കാനാ. എന്താ നീ പറയണത്? ഞങ്ങൾ തമ്മിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല. തല വെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിന് സമ്മതിക്കില്ല എന്ന്. അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട. തെറ്റ അച്ഛന്റെ അല്ല. ഭാനു, വിവരക്കേട് പറയരുത്. അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്ക് കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ? എടി അഹങ്കാരി, ആലോചിച്ച് സംസാരിക്കണം. നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം. അതെ അച്ഛാ, എല്ലാം. എന്താ ഇപ്പൊ ഇവിടെ നടക്കണം? ഈ നിമിഷം അതും അറിയായിരുന്നു. ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് എന്നാ എടുത്തോ. എന്നിട്ട് എവിടെ വെച്ചപ്പോ തോന്നുകൂടെ ജീവിച്ചോ? അച്ഛാ, അച്ഛൻ എന്തായി പറയണത്? കുട്ടി മിണ്ടരുത്. ഭാനുച്ചി, വേണ്ട അപ്പുമ്മേ, അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ. പിന്നെ നിർബന്ധിച്ചിട്ടെന്താ? ഇറക്കി വിടൊന്നും വേണ്ട. അച്യുതാ, ഞാനത്ര ഉളുപ്പ് കെട്ടവനൊന്നും അല്ല. നിന്റെ ചോറ ഞാൻ ഇവറ്റകൾ ഇവിടെ ഇപ്പൊ തിന്നുന്നേ. വേറെ വഴിയില്ല മോളെ, നീ ഒന്നും പറയരുത്. இன்னொரு பொண்ணு இருக்கு. அவர் அந்த அளவுக்கு இருக்க மாட்டாருன்னு நினைக்கிறேன். അപ്പോ അത്രത്തോളായി അല്ലേ? ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്.
സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ലെന്ന് പറയാലോ. സത്യം അതല്ലെങ്കിലും. വരേ, ആ പെട്ടിയും എടുത്തോളൂ. ഇവിടെ ആർക്കും വേണ്ടാത്ത 2 അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം. വാകുട്ടി, അകത്ത് ഒരുപാട് മുറികളുണ്ട്. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. ഡിങ്ക ഡിങ്ക. കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ തന്നെ ബുദ്ധി. ഡിങ്കി ഡിങ്ക. എന്താ ടെലിഗ്രാം ഡൽഹിന്ന് CS-ന്റെ ഉടനെ പുറപ്പെടണമെന്ന്. എന്താ? ആരുടെ കമ്പി? ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം 16-ാം തീയതി എന്ന് പറയുമ്പോ ഇന്ന് എത്തിയില്ലേ? ഇന്ന് 10 ആയി. താനിപ്പൊ തന്നെ വിട്ടോളൂ. തന്റെ കൂടെ ഇവളെ വിട്ടാലത് ശരിയാവോടോ? വടക്കാഞ്ചേരിക്ക് അപ്പുറത്തെ ലോകങ്ങളില്ലാത്ത കക്ഷിയാ. 2 ടിക്കറ്റോ? അപ്പോ നീലം വരുന്നില്ല. വാശി പിടിക്കല്ലേ, അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ. ആവശ്യമുണ്ട്. എവിടെ വെച്ചാലും മുൻനിരയിലിരിക്കണം. എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു. എന്നാ ശരി, ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട. താനും എളുപ്പം വരേ. ഞാൻ റെഡിയല്ലേ? ഗംഭീരാവണം പ്രോഗ്രാം. പലരും ഉണ്ടാവും കേമന്മാർ. നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം. ഞാനതിങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു. സത്യം പറയട്ടെ, എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല. പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതിനിടെ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. വിവാഹം. എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന അതാണോ കാരണം? ഒരുപാട് കൂടുതലാണ്. നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. എന്റെ ജന്മം തന്നെ. അരുത്, ഒന്നും പറയരുത്. അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമാവും. பிளான் பண்ணிக்கிறார் போல பேக்ல. நான் செய்யறதெல்லாம் உங்களுக்கு கரெக்டாக தான் இருக்கும், உங்களுக்கு போக போக புரியும் அப்படின்றது. കുട്ടിയുടെ നന്മയെ കരുതിയാവും. നെപ്പോളിയൻ எப்படி காரியம் இது வாங்கல. இப்போ டான்ஸ் ஆட போறாங்களா, பிரைஸ் வாங்க போறாங்களா? டான்ஸ் காம்படிஷன் തന്നെ പോறாங்க. ഈ നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ്. പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് വാര്യരമ്മാവ. ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കുന്നതിൽ എളുപ്പം മരിക്കുന്നത്. ഉറങ്ങിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഒന്നിങ്ങോട്ട് നോക്കുക. ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല. ആര്യരെ, വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛന്റെ. ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ, ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം. അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം. മനസ്സിടറി. അതാ കാല്. കോടിപുണ്യം. മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വെക്കാൻ തോന്നിയത്. നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഇനി ഒന്നിനും, മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല. அதே ஷாட் ஸ்டார்டிங் அடுத்த வருஷம் மாண்டினியில போதும். அதே ஷாட் அந்த ஒரு கல்யாணம் பண்ணி வச்சிட்டாங்க போல. നീ പാട്ടും പോയിട്ട് അക്ക കൂടുവില്ല. ഇന്ന് രാവിലെ എന്റെ കല്യാണമായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛനോട്. ചേച്ചി വന്നൊന്ന് കാണാൻ കൂടെ സമ്മതിച്ചില്ല. മദ്രാസ് പോறாங்களா? ചേച്ചി ആഗ്രഹിച്ച അച്യുതേട്ടൻ എന്തൊരു വെട്ടിയാ.
മൂപ്പർക്ക് എന്തോ എന്നോട് കൂടി ഒന്ന് കോയിലെ കൊച്ചാ ഞാൻ ഓർക്കണ്ടായിരുന്നു. മോളെ, അച്ഛന് സമാധാനായി. ഇനിയൊരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലല്ലോ. പോരെങ്കിൽ ഇപ്പോ മരുവിന്റെ വീടും സ്വത്തും നോക്കി നടത്തുന്ന എന്റെ അന്തസ്സും. എനിക്കിഷ്ടമല്ലാതെ ഇഷ്ടവും ഇഷ്ടക്കേടും എന്നെ പോലൊരു പെണ്ണിന് അങ്ങനെയൊക്കെ ഉണ്ടോ? കിട്ടിയത് മഹാഭാഗ്യം എന്ന് കരുതല്ലാണ്ട്. ഭാരതി ചേച്ചി വിളിക്കണം. മോളെ, എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോ എന്നെ അറിയിക്കാൻ മറക്കരുതേ ചേച്ചി. അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ. എന്റെ അനിയത്തി. അരുത്, കരയരുത്. ചെല്ലു, ഒരുക്കങ്ങളെല്ലാം തീർക്കണ്ടേ? മനസ്സിലിനി ഇന്നത്തെ യാത്ര മാത്രം. അതേ പാടുള്ളൂ. എനിക്ക് അച്ഛനെ ചെന്നൊന്ന് കാണണം. എനിക്ക് എന്റെ അനിയത്തിയുടെ കല്യാണം കാണാൻ പറ്റില്ല. അതിന്റെ പേര് കിട്ടുന്ന ഒരു പിടി ചോറ് അത് ഞാൻ തിന്നോട്ടെ. மோகன்லால் படத்துலேருந்து ஒரு அந்த சினிமா சீன் ஜில்லால வச்சுக்கிறாங்கல்ல. நானும் தான் யோசிக்கிறேன். ശപിക്കരുത് അച്ഛ. இதுதான் மெயின் கல்பிரேட். போட்டு அடிவண்டி அடிக்கணும். ரொம்ப டென்ஷன் பண்ணி முடியும். അച്ഛനെ മോളെ ഒക്കെ മാറ്റി பச்சை இந்த மாதிரி மாறினே ശപിക്കാൻ. அவன் அங்க போவாங்களா இல்ல ஃபைட் நடக்குமா தெரியல. என்ன கருமன்னு தெரியல. அவர் வேறு சொல்லிக்கிறார் ഫെസ്റ്റിവൽ ടൈമിൽ ഒന്ന് അച്ചി തൂക്കുനടാ നാളെ. എന്തൊക്കെയോ മറന്ന പോലെയുണ്ട്. ഇടിപിടിന്നുള്ള യാത്രയായി പോയില്ലേ? എന്ത് മറക്കാൻ? എല്ലാം മറക്കാനല്ലേ ഈ യാത്ര. ഭാനുവിനെ കാണുന്നില്ലല്ലോ. എന്താ ഭാരതി ഭാനു കാണിച്ചത്? വണ്ടി മിസ്സാവുമല്ലോ. എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? നീല, சண்டை போட்டு നീ വന്നു അല്ലേ? ശേഖര, ഭാനുമതി അവളെ ഒന്നും ചെയ്യരുത്. அவ்வளோ நேரம் அந்த ரைட் ஹேண்டை தூக்கவே முடியல. நான் நோட் பண்ணி தான் ധൃതി വെക്കാതെ, അവൾ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നീ അലങ്കോലമാക്കിയ ഉത്സവം, അന്ന് നാലുപാടും വിരണ്ടോടിയ അതേ നാട്ടുകാർ. ഇക്കുറി നിന്നെ എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ശേഖര, ഞാൻ എന്തും തരാൻ തയ്യാറാണ്. നീ എനിക്ക് ഒന്നും തരണ്ട. ഞാൻ തരുന്നത് നീ വാങ്ങിച്ചാ മതി. ഈ പുരുഷാരം നോക്കി നിൽക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവുക. പട്ടിയെ തല്ലും പോലെ. തിരിച്ച് നീ കൈ പൊക്കരുത്. പൊക്കിയാൽ വെടിമരുന്ന് പോലെ കത്തും. സീന പോലും പിന്നെ നീ നീലകണ്ഠനെ ഈ ആളുകൾ ரைட் ஹேண்ட்ல அடிச்சாருன்னா ஐ அம் ஃபினிஷ்ட். வந்துரும் ஹேண்ட். என்ன அவன் ஃப்ரெண்ட்ஸ் அந்த குரூப் எங்க அவ்வளோ லைட்டா இருந்தீங்க. பின்ன சோத்துக்கு இப்படியே வேலை பார்த்துருக்காங்க.
பாய் தான், அசுரன் தான். அட்ரிலின் மச்சான், உனக்கு தெரியாது. உனக்கு அட்ரிலின் இது இப்போ ஒரு முருகனார்ல அதுலயே ஒரு இது ஆயிருக்குன்னு துப்பாக்கி இல்லை விஜய், துப்பாக்கி இல்ல கில்லி கில்லி கூட தான் அவருக்கே யோசிச்சார். அதாகுது. ஆனால் IMDb டாப் 10 டாப் 10 வரதே இல்லை. பார்த்ததுல ஆவரேஜான படம், விண்டேஜ் ஆவரேஜ் படம். ரைட்டு லெஃப்ட்டு கத்தி எடுக்க போகிறோம். இது வந்து அசுரவாசம், அவங்க தேவாசம். அவர் கொலை பண்ணியிருந்தாலும் அது கொலை கிடையாதுடா. இதுவா? கத்தியில பெல் இல்லாத இருக்காரு வதம் அது. ശരാ, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക. வந்து தேவசூரன், சூரம் சூரம் சூரம். ஸோ வந்து படம் எப்படின்னா வந்து நல்லா போச்சு. ஆனால் வந்து நடுவில் அப்படியே டிப் ஆயிடுச்சு. இவர் எப்போ அடிபட்டு இவர் இது பண்ணுவாங்க, அதுக்கப்புறம் பெர்ஃபார்மன்ஸ் கூட ஆரம்பிச்சிட்டாரு. ரொம்ப பாவப்படுற மாதிரி இவரு பெர்ஃபார்மன்ஸ்ன்றதை விட கேரக்டர் நிறைய வந்து அதுலயே கான்சென்ட்ரேட் பண்ணினே இருந்தாங்க. அவருக்கு வந்து அந்த கை இவர் வந்து பாவப்பட்ட மாதிரி மாற்றும். நம்மளுக்கு ஆஸ் ஆடியன்ஸா வந்து ஒரு பேட் கை குட் கை, அவருக்கு வந்து அவர் பேட் கையை ஃபர்ஸ்ட் ஹாஃப்ல காட்டிட்டாங்க. செகண்ட் ஹாஃப்ல வந்து அவர் மேல நம்மளுக்கு ஒரு எம்பத்தி வரணும்னு சொல்லிட்டு அதையே திருப்பி 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 காட்டின மாதிரி சீன்ஸ் நிறைய இருந்துச்சு. அதுதான் ஏன்னா ஃபர்ஸ்ட் ஹாஃப் பார்த்துன்னு வச்சுங்க டப்பு 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 டப்புன்னு போயிடுச்சு. சூப்பரா வந்து இது பண்ணிட்டாங்க. ஆனா வந்து அவர் குட் கையை காட்டுறதுக்கு மியூசிக்கை போடுறது என்ன, அப்புறம் இதுல அவருக்கு மேலே எம்பத்தி வரணும்னு சொல்லிட்டு அவர் கை காலுக்கு வந்து இது போட்டுனுங்கிறாங்க, ட்ரீட்மெண்ட் எடுத்துன்னு. அப்போ வந்து நெப்போலியன் காலை வைக்கிற மாதிரி அதெல்லாம் வேணும்ட்டே வச்ச மாதிரி எனக்கு ஃபீல் ஆச்சு. படம் நல்லா தான் இருந்துச்சுன்னா அந்த இதுல ஒரு நம்ம கோச்சடையான்ல அந்த ரஜினி ஒரு பாட்டுக்கு இது பண்ணி டான்ஸ் ஆடி இருப்பாரு. இவர் அவரே பாடியிருப்பாரு. ஆமா, அதுல ஒரு கோபத்தோடு அழிகிறவன் நஷ்டத்தோடு பார்க்கிறான். அதுதான் வந்து என்கிட்ட படத்தோட இது வந்து ஆணவத்துல ஆடணும், ஆணவத்துக்கு ஆடுறோம். அது கிரிக்கெட் ஆடலாம், ஃபுட்பால் ஆடலாம், கதகளி கூட ஆடக்கூடாது காணும். ஆனா இப்போ கடைசியில என்னடா ஆனா அந்த டைலாக் தான் நான் நினைச்சேன். அதான் வந்து நீ டேக் அவே ஃப்ரம் தி மூவி. ஸோ வந்து நீ என்னதான் வந்து திமிரு காட்டினாலும் உங்க மேல ஒருத்தர் இருப்பான்டா அப்படின்ற மாதிரி இது பண்ணிட்டாங்க. பேக்ரவுண்ட் ஸ்கோர் நல்லா இருந்துச்சு. ரேவதி ஆக்டிங் சூப்பரா இருந்துச்சு. இவருமே இவர் அந்த ரொம்ப திமிரா பண்ணாதுமா. அதான் ஸோ ஃபர்ஸ்ட் ஹாஃப் வந்து சூப்பரா இருந்ததுடா. அந்த ஒரு பிளாட்டாகவும் இருக்கட்டும். ஃபர்ஸ்ட் ஹாஃப் தாண்டி இவருக்கு வந்து எப்போ அடிபட்டு இவரு ஷிஃப்ட் ஆனார் பத்தியா, அதுக்கப்புறம் வந்து ரொம்ப ஸ்லோ ஆயிடுச்சு. அது ரொம்ப பயங்கரமா ஒரு 1 hour இவர் கஷ்டப்படுறது மட்டுமே ஒரு நம்ம எங்களை கஷ்டப்படுத்திட்டாங்க அந்த 1 hour. அதே மாதிரி இன்னொருத்தர் என்ன நெடுமுடி இரிட்டேட்டிங்கா இருந்தது. பச்சோந்தி கெமிலியன் மாதிரி மாறினாரு. இல்ல அவரு சொல்றாருல கட்சியில சொல்ல நம்ம அடைக்கலம் தேவைப்படும் போது மட்டும் போய் அங்க இது என்னோட நெஃப்யூ வீட்டுல தங்கி சாப்பிட்டுனுக்குறோம். அவனை போயிட்டு இப்ப எப்படி அவன் வீட்டுல இருந்து போறோம். அப்ப இவர் வீட்டுல என்ன பண்ண தண்ணி குடிச்சிருந்தியா நீ? எனக்கு தெரியல. எனக்கு இல்ல பட்னியா இருந்தியா? வெளில தப்பா பேசுறாங்க. ஆமா ஆமா நொட்டாங்க. இவரு குஷ்டு மலாந்து இந்த முதல்ல தெரியல அவருக்கு. அந்த ஃபர்ஸ்ட் ஹாஃப் நிறைய கதை இந்த மாதிரி கண்டென்ட் இருக்கு. ஆனா அது கடைசி இதுல வந்து ஒரே கண்டென்ட். இவரு குஷ்டு மலாந்து இருந்த போதுலாம் தெரியல. இவருக்கு பேங்க்ல இருந்து வந்து வீடு ஜப்தி பண்ணும் போதுலாம் இவருக்கு அசிங்கமானது தெரியல. வீட்டுல சொன்னா அதுவும் சொன்ன உடனே போயிட்டு அவங்க அது எப்பறம் பேசுவீங்க அப்படி கட்சியில சண்டை போட்டு எவனாவது தப்பா பேசுவீங்க அறுத்துருவாண்டாங்க எல்லாரும் சொல்லிட்டுலாம் வராரு இவரு. சரியா, அதுவே உனக்கு அசிங்கமாகுதுன்னா அப்போ நீ குஷ்டு பாத்ரூம் போறேன்னு மூந்து கந்தியா போச்சு உன்னோட இது தன்மானம்.
அது அப்புறம் ஃப்ரெண்ட்ஸ்லாம் வந்து கூட இருந்துட்டு ஆனால் கட்சி அதுக்கும் ஜஸ்டிஃபிகேஷன் வச்சாங்க, அவங்க தான் வந்து ஹெல்ப் பண்ணாங்க. எல்லாமே க்ளோஸ் ஆயிடுச்சு. இப்போ வந்து என்னன்னா இவர் வந்து கையை வெட்டிட்டாரு. அந்த பாட்டுல வந்து என்ன நடக்கும் ஏடி சொன்ன மாதிரி ஸ்டார்டிங்கே போலீஸ் வருமா என்னன்னு தெரியல. இதோட சீக்குவல் ராவண பிரபு சொல்லியிருக்காங்க. படம் ஓகே தான், ஓகே. ஆனா வந்து என்னன்னா வந்து இது IMDbல எத்தனாவது நான் வந்து சர்ச் பண்ணும்போது டாப் 10 மலையாள மூவிஸ் போட்டு நம்ம மேக்ஸிமம் எல்லாம் பார்த்துட்டோம். ஒரு 2 மூவி பார்க்கல, இந்த படம் இருந்துச்சு. ஆனா என்னன்னா வந்து அந்த டாப் 10க்கு ஐ மீன் நல்ல படம் நல்லதுன்னா அந்த டாப் 10க்கு வந்து இது ஜஸ்டிஃபைபிளான்னு நினைக்கிறேன். ஆனஸ்டா வந்து நான் நிறைய அந்த விண்டேஜ் படம் நம்ம பார்த்தோம். ஏன்னா வந்து நான் வந்து எனக்கு இது ஆவரேஜான மூவி. ஏன்னா இப்போ நான் உங்க 2 பேர் நான் நிறைய படம் மறந்துடுவேன். சரியா பார்த்துட்டு என்ன நடந்தது ஏதுனது ஒரு 2 வீக்ஸ் கழிச்சு கிட்ட. ஆனா எனக்கு ஒன்னும் ஸ்பதிகம் ஞாபகம் இருக்கு. இந்த படத்துல மணிச்சித்திரத்தாழ், தேவதூதன், நாடோடி கட்டு எல்லாமே வந்து கிளாசிக்கான படம், சூப்பரா இருக்கும். ஆனா அது கூட கம்பேர் பண்ணும்போது இந்த படம் அந்த லெவல் இல்ல. ஸோ அதனால வந்து இது டாப் 10ல ஏன் கொடுத்தாங்கன்ற டவுட். எனக்கு இன்னும் நடுவில் சொல்லிட்டாங்கன்னு நினைக்கிறேன். பெர்ஃபார்மன்ஸ் ஸ்டோரி ஆர்எல்ஸ் வந்து இது. ஆனா என்னன்னா 2-3 ஷாட்ஸ் வந்து இந்த படமும் எப்படா வந்துச்சு அந்த மறந்துடுவாரு ஒரு இதுல தன்மாத்ரா 2000 அது கூட சூப்பர். அதான் சொல்றேன் கை 2 இழுத்துக்கிச்சுடா, கை கால் எப்போ லாஸ்ட்ல ஹெல்ப் பண்ணாரு. அட்ரிலின் ரஷ் அது உங்களுக்கு தெரியாது உண்டு. ஸோ வந்து ஆனா என்னன்னா வந்து எனக்கு இதெல்லாம் வந்து ப்ளஸ் படம் நல்லா போய் மைனஸ்னா என்னன்னா ஃபர்ஸ்ட் ஒரு ஷாட் வச்சிருந்தாங்க ஃபெஸ்டிவல் ஷாட், அதே வந்து கிளைமேக்ஸ்க்கு யூஸ் பண்ணிட்டாங்க. அடுத்த வருஷம் அதான் அதை அப்படியே யூஸ் பண்ணிட்டாங்க. அதே மாதிரி இன்னொன்று என்னன்னா வந்து அவருக்கு வெற்றி சொன்ன மாதிரி தான் அவருக்கு அடிபட்டுச்சு, எப்படி சண்டை போட்டாருன்னு எனக்கு தெரியல. மேபி வந்து அந்த அட்ரிலின் ரஷ்ஷாக இருந்திருக்கலாம், அட்ரில்ஸ் வந்து லவ் பண்ண பொண்ணை காப்பாற்றணும் அப்படின்னு சொல்லி சண்டை போட்டுருக்கலாம். ஸோ நல்ல படம். ஆனால் வந்து IMDb டாப் 10 வர்தி மூவி வந்து ஏன்னா இவரோட மூவிஸ்ல நிறைய இப்போ கூட 5 படம் அதில் இருந்ததுன்னா ஸோ அதுதான் சொல்கிறேன். ஏன்னா டாப் 10 வர்தி மூவிஸ் வந்து இவருக்கு நிறையா இருக்குது. ஆனால் இந்த மூவி டாப் 10ல் வந்தது வந்து நான் எனக்கு ஜஸ்டிஃபிகேஷன் தேவைப்படுது. SLA ரிப்போர்ட்டுக்கு ஜஸ்டிஃபிகேஷன் கொடுக்குற மாதிரி கொடுங்க. அதை கண்டிப்பாக அதெல்லாம் திட்டுவீங்க. சம்பந்தமே விஜயெல்லாம் வரும் முன்னாடி கமெண்ட்ல இல்ல கரெக்டு தான். நான் அவங்க சொல்றது ஒத்துப்பேன். என்னதான் இருந்தாலும் நம்மளும் அந்த ஃபேன் பேஸ் இருக்கும் தான் வச்சுக்கேன், இவங்களும் அந்த ஃபேன் பேஸ் இருக்கும். ஆனா மத்தவங்க எப்படின்னா அது குட் மூவி இல்லைன்னா கூட ஜஸ்ட் பிகாஸ் அவர் நடிச்சாருன்றதுக்காக முட்டு கொடுக்கும் போது ஐ கான்ட் அக்செப்ட் தட். ஸோ வந்து என்ன படம் இது தேவசூரம். ஓகே, ஸோ வந்து இந்த படம் பார்த்துட்டோம். ஸோ இன்னொன்று இந்த கிளாசிக் இது வந்து கிளாசிக்ஸ் ஆட் பண்ண மாட்டேன் பர்சனல் ஒப்பீனியன். எனக்கு வந்து அந்த கிளாசிக்ல டாப் 25ல வந்து ஒரு 2-3 படம் இருக்கும். ஆனால் இந்த படம் கன்ஃபார்மா நான் அந்த அளவுக்கு வர்த்தி இல்லை. ஓகே, ஸோ நம்ம அடுத்த வீடியோவில் இன்னொரு கிளாசிக் பார்க்கலாம். பரத் சைனிங் ஆஃப். சப்ஸ்கிரைப்.